കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സർക്കാർ നടപടിയുമായി വരുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രധാന അധ്യാപിക എസ് സുജയെ സസ്പെൻഡ് ചെയ്യും. പ്രധാന അധ്യാപികയ്ക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അന്തിമ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറിയതിൽ പറയുന്നത്. സ്കൂളിലെ അധ്യാപകർക്കെതിരെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇന്നും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക് ആദ്യം ഒന്ന് കടന്നില്ല. അവൻ ചെരുപ്പെടുക്കുന്നതിന് വേണ്ടി പിന്നെ ഈ ഷെഡിൻ്റെ മുകളിൽ കയറി ഇതാകുന്ന ഒരു കുറ്റമായിട്ട് കാണാൻ വേണ്ടി കഴിയില്ല. അതൊക്കെ കുട്ടികളുടെ സാധാരണഗതിയിൽ കളിക്കുന്ന അവസരത്തിൽ പന്തെടുക്കാനും പിന്നെ അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ അത് ചെയ്യാറുണ്ട്. ഒരു വിദ്യാലയം എന്നുള്ള നിലയിൽ വന്നിട്ടുള്ള അനാസ്ഥയെ സംബന്ധിച്ചിടത്തോളമാണ് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ടത്. കേരളത്തിലെ സമൂഹം ആകത്തായി ഇത് ഉണർന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യം ഞാൻ പറയുമ്പോൾ, വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള കാര്യം പറയുമ്പോൾ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം വീണ്ടും പറയുകയാണ്. ഈ HM-മാർക്കും പ്രിൻസിപ്പൽമാർക്കും സ്കൂളിലെ മറ്റ് അധ്യാപകർക്കും എന്ത് ജോലിയാണ്? അവർക്ക് അവരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചല്ലേ മുന്നോട്ട് പോകുന്നത് ഗവൺമെൻറ്. ദാരുണ സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെ വീഴ്ച സംഭവിച്ചെന്ന് ആരോപിച്ച് PTA പ്രസിഡന്റും രംഗത്ത് വന്നു. ആ ഷെഡിന്റെ നിർമ്മാണം അത്രയും ഉയരത്തിലേക്ക് പോകേണ്ട ഒരു കാര്യമില്ല. ഒരു സൈക്കിൾ ഷെഡാണ്. അപ്പോൾ അത് താഴ്ത്തി കെട്ടിയിരുന്നുവെങ്കിൽ അത്തരത്തിലുള്ള, കാരണം സൈക്കിൾ മാത്രം വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഷെഡാണത്. അപ്പോൾ അത് ഉയരത്തിലേക്ക് കെട്ടിയത് അപര്യാപ്തതയാണ് എന്നുള്ളത് സൂചിപ്പിച്ചിരുന്നു. അത് സുരക്ഷാ സമിതി കൂടുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു ജീവനക്കാരനും കൂടി എത്തിച്ചേരും. അപ്പോൾ അദ്ദേഹത്തോട്, ആ ജീവനക്കാരനോട് ഇതിനകത്ത് ഇതൊരു ചർച്ചയിലേക്ക് വന്നിരുന്നു. ആ ചർച്ചയിലേക്ക് വന്ന സമയത്ത് സമീപഭാവിയിൽ കേബിള് ആക്കും. ആ സമയത്ത് നമുക്കിത് കേബിളാക്കി മാറ്റാം എന്നുള്ള തരത്തിലാണ് പറഞ്ഞത്. അല്ലാതെ ഇത് മാറ്റുന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ച നടന്നില്ല. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. പറയൂ ഉമേഷ്. ഗുഡ് മോർണിംഗ് എക്സേൻ. എന്തായാലും തേവലക്കര വിഷയത്തിൽ പ്രധാന അധ്യാപികയ്ക്കെതിരെ നടപടി വരുന്നു. പക്ഷേ ആ നടപടി പ്രധാന അധ്യാപികയിൽ ഒതുങ്ങില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പ്രധാന അധ്യാപികയ്ക്ക് മാത്രമല്ല ഇപ്പോൾ കുറ്റം ചുമത്തിയിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, അതായത് വിദ്യാഭ്യാസ ഉപജില്ലാ വകുപ്പിലെ ഉപജില്ലാ ഓഫീസർക്ക് അടക്കമുള്ളവർക്ക് ഇതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കാരണം സാധാരണ ഒരു സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കൃത്യമായ സുരക്ഷാ പ്രോട്ടോകോൾ ഉണ്ട്. ആ സുരക്ഷാ പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കണം. ആ പാലിച്ചിട്ടുണ്ടോ എന്ന് വിലയിരുത്തേണ്ട ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് AEO ആണ്, വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസറാണ്. സ്വാഭാവികമായി അത്തരമൊരു വിലയിരുത്തൽ AEOയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടായത് കാര്യക്ഷമമായിരുന്നില്ല എന്നുള്ള വിലയിരുത്തൽ ഈ റിപ്പോർട്ടിൽ പരാമർശമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ നടപടി എന്ന് പറയുന്നത് പ്രധാന അധ്യാപികയ്ക്കെതിരെ മാത്രമായിരിക്കില്ല, ഉന്നത തലങ്ങളിലേക്ക് നടപടി പോകാൻ പോകുന്നു. എന്തായാലും 11 മണിയോടുകൂടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങൾക്ക് ഈ നടപടി വിശദമായി വിവരിക്കും. എന്തായാലും ശക്തമായ നടപടി ഉണ്ടാകും. ഏതൊരു തരത്തിലുള്ള സ്വാധീനത്തിനും ഇത്തവണ വഴങ്ങില്ല എന്ന് കൃത്യമായി തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഷാനവാസ് നേരിട്ട് 10 മണിയോടുകൂടിയാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയത്. റിപ്പോർട്ടിൽ വിശദമായി തന്നെ ഇക്കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതായത് ഒന്ന്, ഈ ഷെഡ് നിർമ്മിച്ചത് അശാസ്ത്രീയമാണ്. ഷെഡ് നേരത്തെ തന്നെ ഈ അശാസ്ത്രീയമായ നിർമ്മാണമാണ്. ഒപ്പം തന്നെ ഈ ഷെഡിന് ക്ലിയറൻസ് ഉണ്ടായിരുന്നില്ല. നേരത്തെ മുൻകൂർ അനുമതി തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങിയിരുന്നില്ല. അത്തരത്തിൽ അനധികൃത നിർമ്മാണം നടന്നപ്പോൾ അത് എതിർക്കേണ്ട ആൾ, മാനേജ്മെന്റ് സ്കൂളാണെങ്കിൽ പോലും അത് എതിർക്കേണ്ട ആൾ പ്രധാന അധ്യാപികയാണ്. അത്തരത്തിലൊരു എതിർപ്പ് പ്രധാന അധ്യാപികയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഏതെങ്കിലും രീതിയിൽ ഈ അനധികൃത നിർമ്മാണം ഉണ്ടായി അത് എതിർത്ത് നടപ്പായില്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് നൽകേണ്ടതാണ്. അത്തരം ഒരു റിപ്പോർട്ട് നൽകിയില്ല. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള നടപടി അത് പ്രധാന അധ്യാപികയിൽ ഒതുങ്ങില്ല. മേൽത്തലത്തിലേക്ക് ഈ നടപടി മുന്നോട്ട് പോവുകയാണ്. SKN.